ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളക്കടല വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് 2 ടൈപ്പ് വട ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയായ വടയാണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇത് 8 മണിക്കൂർ കുതിർത്തി വെച്ച വെള്ളക്കടലയാണ്. ഇത് നല്ലോണം വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിൽ നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ അതേപോലെ നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുന്ന അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല എടുത്തതെന്ന് വെച്ചാൽ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ എടുത്തത് മല്ലിയും കറിവേപ്പിലയാണ്. നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വലിയ ഉള്ളിൻ്റെ പകുതി ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ചെറിയ ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ച് മാവും മസാലയും പൊടിയും ഒക്കെ മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം കുഴച്ച് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഷേപ്പാക്കുന്നില്ലേ, ആ ഷേപ്പിൽ തന്നെ നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇത് ബാക്കിയെല്ലാം ഞാൻ അതുപോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പകുതി മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ ടൈപ്പ് വടയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കാം. ഇടയ്ക്കൊക്കെ തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം ഈ ബ്രൗൺ കളറാകുന്നവരെ ആക്കിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്ത് ഞാൻ പകുതി മാവ് എടുത്ത് വെച്ചിട്ടില്ലേ, അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല കുറച്ച് മഷി പോലെ അരച്ചതാണ്. നന്ന കൂടുതലല്ല, ഒരുവിധം മഷി പോലെ അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ വടൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നമ്മൾ സോസ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡലാക്കുന്നത്. ഇതൊരു വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അതും നമ്മുടെ ഈ ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. അതും ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ വടയും 2 ടൈപ്പ് വടയും തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് സോസ് കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേക ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.